ഇങ്ങോട്ട് പോക്കെ നീ അത് ആദ്യം വെള്ളത്തിലോട്ട് ഇടും. ഇതടാ കുറച്ചു നേരം കൂടെ കേറട്ടാ. അതിൻ്റെ അകത്തൊന്നും കേറിയിട്ടില്ല. ഒന്നുകൂടെ ഇടമ്പ എടാ കുറച്ച് കിടക്കട്ടാ. നീ ധൃതി കാണിക്കില്ല. ഇന്നെന്താ കുറച്ച് കക്കയാണ് പോണില്ലേ? കുറച്ച് വെള്ളം കൂടെ കേറാണ്ട്. പെട്ടെന്ന് പൊക്കല്ലടാ. എന്നാ പിടിച്ച് പിന്നെ രണ്ടിട്ട് വെള്ളം വീണ പറഞ്ഞ് ഇത് പാടാറുണ്ട്. വേണ്ടടാ ഒരു പൂഞ്ഞാട്ടി ഒന്നുമില്ലേ? ഉണ്ട് ഇവിടെ ഉണ്ട്. നിനക്കുറപ്പാണ് അത് സുനുവാണെന്ന്? പിന്നല്ലാണ്ട് അതാവൻ തന്നെ. ഇന്നലെ രാത്രി ഒരു 11:30 മണിക്ക് ആരും കാണാതെ തവളയാടി പോകുന്നത് ഞാൻ നല്ല വൃത്തിയാ കണ്ടത്. ഇന്നാലോ ബിന്ദു ചേച്ചി കുത്തിയല്ലേ? ഒടുക്കത്തെ ഭാഗ്യം തന്നെയാണോ? എന്തു ഭാഗ്യം എടാ, ഈ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വിട്ട് കളിക്കണം എന്റെ ഒരു ലൈൻ. എന്ത് ലൈൻ? നമുക്ക് പറ്റാത്ത അവൻ ചെയ്തു അത്ര തന്നെ. പോളി നീ പറഞ്ഞ ശരിയാടാ, അവൻ ഭാഗ്യവൻ തന്നെ. എടാ പോൻ എല്ലാ ദിവസവും പോവായിരിക്കും. പിന്നല്ലാണ്ട് അവനിപ്പോ ഇത് സ്ഥിരല്ലേ. ഗോപിച്ചേട്ടനെ ഇപ്പൊ രാത്രിയിലാ വണ്ടി ഓടിക്കാൻ പോകുന്നത്. എന്തായാലും ഇത് അധികം നാളെ നീണ്ടുവെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് ഈ പ്രശ്നത്തിലൊന്നും ഇടപെടാൻ നേരമില്ല. അതത്രേ ഉള്ളൂ. പോളി നീ ആ പ്രസാദനെ ഒന്ന് വിളിച്ചോക്കെ. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കളന്റിങ് വന്നേക്കാൻ പറയണം. അറിയാലോ പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ എടാ ദരിദ്രവാസി, നിന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടാ പന്നി. ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പൊ എടുക്കുന്നില്ല. എന്നാ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അവരെ ഗൃഹമാര് പിടിച്ചിട്ടുണ്ടാവും. നീ ടി വി വെച്ച് നോക്കിക്കേ, ചിലപ്പോ ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ടാവും. ആ കുപ്പി ഇങ്ങ എടുത്തേടാ. ഹലോ നീ എവിടെ?
ഹലോ, ഞങ്ങൾ പുറപ്പെട്ടു. എല്ലാം പറഞ്ഞ പോലെ തന്നെ കറണ്ട് പോകുന്ന സമയത്ത് എല്ലാം റെഡി ആയിക്കൊള്ളണം. പിന്നെ ആ വിവേകിനോട് കുറച്ച് നേരത്തേക്ക് മണ്ടത്തരം ഒന്നും കാണിക്കരുതെന്ന് പറഞ്ഞേക്കണം. അറിയാലോ, പിടിച്ച പിന്നെ നാറ്റ കേസാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി ശരി, ഇവിടെ എല്ലാം സെറ്റാ. ഓക്കെ, സെറ്റായെന്ന്. ഡാ, നിന്നോട് മണ്ടത്തരം ഒന്നും കാണിക്കരുതെന്ന്. ഞാനും കുറെ പൊട്ടത്തരങ്ങൾ കണ്ടിട്ടുണ്ട്. പലരുടെയും ഡാ എഴയരുത്, അടുത്ത പണിയുള്ളതാ. കർത്താവേ, ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. ഇന്നലെ ആപത്തൊന്നും വരുത്തിയേക്കല്ലേ. ആഹാ, കൊള്ളാം, നല്ല പ്രാർത്ഥന. എന്താടാ അകത്തുണ്ട്. ഡാ, അതേ പിന്നെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? ആ, അകത്ത് 2 പേരുണ്ട്. ഇത് പണിയാവുമല്ലോ. എന്ത് പണി? നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അകത്തോട്ടൊന്നും കയറാൻ പോകുന്നില്ലല്ലോ. എന്നാലും പിന്നെ എല്ലാം കഴിഞ്ഞവർ ആ കൊച്ചിനെ നോക്കിക്കൊള്ളാമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അതിനടുത്ത റൂമിലാണ് കാണരുത്. ആ, അപ്പൊ പിന്നെ പ്രശ്നമല്ലേ. നമ്മൾ ആരെങ്കിലും ഒരാൾ കൂടെ നിന്നാ മതി. പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ? അതെ, സംസാരിക്കാൻ സമയമില്ല. ആരാദ്യം കയറുന്നത്? നീയാ? ഓ ഡാ പോളി, ഇതെന്ത് സീനാടാ? അത് തന്നെ. അയ്യേ, എനിക്കാണെങ്കിൽ നാണം വന്നിട്ട് അവൻ്റെ മുഖത്തൂടി നോക്കാൻ പറ്റണില്ല. ഞാൻ നോക്കൂല. മോൻ എന്താ വരയ്ക്കുന്നേ? ഈ സ്ഥലത്തിനൊക്കെ പച്ച കളറ്. വീടാണോ മോൻ വരയ്ക്കുന്നത്? ഇവിടെ കളർ ചെയ്യണം. കളർ ചെയ്യണോ? ചേട്ടൻ കളർ ചെയ്യാം. മതിയോ? ഇഷ്ടമായോ? ഇഷ്ടമായോ? പിടിച്ചോ. ഇത് തന്നേ, എനിക്ക് വേറെ വരയ്ക്കാനുള്ളതാ. താ, താ, പ്രസാദേ, ദാ, പിടിച്ചോ. ഡാ, കൊടുക്കടാ. താ. കൊച്ചിനെ കളിപ്പിക്കല്ലേ വെറുതെ. ഡാ.
പാപ്പനാണെന്ന് തോന്നുന്നു. നീ ചെല്ലു നോക്ക്. ചെല്ലടാ. നീ ഇങ്ങോട്ട് വാ. നീ കൊച്ചിട്ട് കൊണ്ട് പോ. ആ മോൻ ഇങ്ങ് വന്നേ. ചെല്ലു. അടക്ക്. ചെല്ലടാ. ആരടാ? എടാ പാപ്പനാണ്. ഞാൻ ആ പശുവിനെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞേ പണ്ടാരോടങ്ങാൻ. വന്നല്ലേ, നാട്ടുകാർ മൊത്തം വന്നല്ലേ. കേറിപ്പോടാ. എന്താ പാപ്പ? എന്നാ 3-4 പശുക്കൾ അവിടെ കിടന്ന് തൊള്ള വിളിക്കണ നീ കേൾക്കണില്ലേ? അത് പാപ്പ പിന്നെ ഞാൻ നീ എന്താ ആകെ വയർത്ത് കുളിച്ച് നിൽക്കണത്? അകത്ത് വെപ്പ് പണി വല്ലതും ഉണ്ടോ? ആരടാ അകത്ത്? ആ ഇതാര് വർഗീസേട്ടനാ? എന്തേ നേരത്തെ? ആ നീയായിരുന്നു. ഇവൻ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്ന്. പേടിത്തൂറി. എന്താടാ ഒരു പരുങ്ങല്? കാടി വെള്ളം അവിടെ അത് അവിടെ കാള പോലെ വളർന്നു. ഒരു ഉത്തരവാദിത്വം ഇല്ല. നീ ഇതുവരെ പശുവിന് തീറ്റ എടുത്ത് കൊടുത്തില്ലേ? നീ വന്നേ. ഒരു ഉത്തരവാദിത്തല്ല വർഗീസേട്ടാ. വർഗീസേട്ടൻ വിട്ടോ. ഇവൻ ഇവിടെ വന്നേ. ഇങ്ങട്ട് വാടാ. എന്റെ അഭിനയൊന്നും എന്നോട് വേണ്ട. ഇവിടെ നടക്കുന്ന പരിപാടികളൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? നീ ആ കണിയാകൃഷ്ണന്റെ മകൻ പ്രസാദ് തന്നെയല്ലേ? എന്റെ അപ്പനെ എനിക്ക് വിശ്വാസമില്ല. പിന്നെ എന്നാ എന്നെ വാ വാ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാടിവെള്ളം എടുക്കാം. നിന്റെ ചേച്ചിയുടെ കൊച്ചു വന്നിട്ടുണ്ടാ? ഇല്ല. പിന്നെ നീയാ ഇതൊക്കെ വെച്ച് കളിക്കുന്നത്? എന്താടാ? ആ ആ ഓഹോ, അപ്പൊ ഇതായിരുന്നു ഇവിടെ പരിപാടിയല്ലേ? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ചേച്ചി ഇതിലെ പൊക്കോ, ചുമ്മാ പോണ്ട, ഓടിപ്പൊക്കോ. നാട്ടുകാർ അറിഞ്ഞെന്നാ തോന്നണേ. എനിക്ക് ചിലപ്പോ പോലീസ് വരും. അപ്പൊ എന്റെ കൊച്ചോ? കൊച്ചിനെ നോക്കിയെന്ന വലിയ പ്രശ്നവും. ചേച്ചി ഒന്ന് പോയേ. കൊച്ചില്ലാതെ ഞാൻ പോവില്ല. എന്നാ പോണ്ട. വർഗീസേട്ടാ, ഇതുണ്ടോ? ഇത് ഞാൻ മേടിച്ചേ. അടുത്ത മാസം എൻ്റെ കല്യാണം എന്നറിയാലോ. അപ്പം ഞാനും പുള്ളിയും കൂടി ചേർന്നൊരു ചെറിയ ഇതെന്തായാലും ഞാൻ കുടിച്ച് മതിയാക്കി. ഇതാ വർഗീസേട്ടൻ പിടി. പിടി വർഗീസേട്ടാ. അച്ഛനോട് പറയല്ലേ. നീയൊക്കെ കൂടി എന്നെ കള്ളു കുടിപ്പിച്ച് മയക്കി കിടത്താൻ നോക്കുകയാണ്. എന്താണ് അവിടെ ഒരു ശബ്ദം?
അത് പിന്നെ മറ്റേ ഗോപിച്ചേട്ടനെ വിട്ടില്ല. അല്ലല്ലോ. ചേച്ചി അപ്പുറത്തെ ബിന്ദു ചേച്ചിന്റെ വീട്ടിൽ കയറി സുനുവിനെ ഗോപിച്ചേട്ടൻ പൊക്കി. ഏത് ഗോപിച്ചേട്ടൻ? അതൊന്നും പറയാൻ സമയമില്ല. ചേച്ചി ഇത് വഴി പൊക്കോ. ഇപ്പൊ ആള് കൂടും. കുട്ടിയെ ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചോളാം. ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാനിത് പുറത്തുണ്ട്. ഞാനിത് അങ്ങോട്ട് വരാം. കൊണ്ടു എന്നെ ഇനി വരുത്തരുത്. നേരത്തെ കിടന്ന് ഉറങ്ങിക്കോണം. കാലത്ത് ജോലിക്ക് പോകാനുള്ളതാ. ഇനി ഗോപിയുടെ വീട്ടിൽ എന്തായെന്ന് നോക്കാം. മൈരൻ. പാതി ജീവനാണ് പോയത്. അതെ. അയാള് പോയാ? അയാളൊക്കെ പോയി. ദേ അടുത്ത എന്റെ ആണേ. നീ എന്നെ നീ അവളെയും വിളിച്ചേ. അവളും സേഫ് ആയിട്ട് പോയി. എങ്ങോട്ട് പോയി? അവളെ ഞാൻ കാർ കയറ്റി വിട്ടറാ. പേടിക്കണ്ട, കാശൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അമ്മ വന്നപ്പോ കുഴപ്പമില്ല. നീ എന്താ പറഞ്ഞേ? നിന്റെ കളിയും കഴിഞ്ഞ് നമ്മുടെ കെട്ടിലെ കാശും കൊടുത്തിട്ട് അവളെ ടാറ്റ പറഞ്ഞു വിട്ടണ്ട തെണ്ടി. ആ കൊച്ചനെന്തേന്ന് പറ. എടാ സ്വിച്ച് ഓഫാ. നീ അവളെ പോയി ഒന്ന് വിളിച്ചോണ്ടും വന്നേ. എടാ വിളിച്ചോണ്ടിരിക്കുവല്ലേ. എടാ എടാ അവൾ ഇങ്ങോട്ട് വിളിക്കുമായിരിക്കും. എന്ത്? അതുവരെ അവൾ ഈ കൊച്ചനെന്ത് ചെയ്യാൻ പോണ്? എത്ര നേരം എന്ന് വെച്ചിട്ടാ? ആരെങ്കിലും പറഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം നാണക്കേട്. മോന്റെ അമ്മ ഇപ്പൊ വരും കേട്ടോ. നമുക്ക് കിടക്കാം. മോന്റെ വീടെവിടെയാ? മോനൊന്ന് ഉച്ചക്കാണോ വൈകിട്ടാണോ ഇറങ്ങിയ? പാല് പാല് പഴവും ബിസ്ക്കറ്റും കഴിച്ചിട്ടാ ഇറങ്ങി. കാറിലല്ലേ മോൻ വന്നത് വീട്ടിൽ നിന്ന്? ഞങ്ങള് പുഴ കണ്ടല്ല. അപ്പൊ ഏതാണ്ട് 2-3 മണിക്കൂർ കാറിൽ തന്നെ ആയിട്ടുണ്ട്. ഏതായാലും അടുത്തെങ്ങും അല്ല. അപ്പൊ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിന് നമ്മളെല്ലാം പിടിച്ചു തന്നെ.
മോനെ മോന്റെ പേരെന്താന്നൊന്ന് പറ പ്ലീസ്. അമ്മ പറഞ്ഞേക്കണ പേരാരോടും പറയരുതെന്നാ. ഓ മോന്റെ വീടിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട്? ഞങ്ങള് ഉത്സവത്തിന് പോവല്ലോ. അമ്പലത്തില് 10 ആന വരും. ആ അപ്പൊ അമ്പലത്തിനടുത്താണ് മോന്റെ വീട്. ഈ ചേട്ടൻ ചീത്തയാ. അല്ലേ പിന്നെ എവിടെയൊക്കെ പോവും? സിനിമയ്ക്ക് പോവും. മോൻ അവസാനം കണ്ട സിനിമ ഏതാ? യേശുക്രിസ്തുവിന്റെ സിനിമ. യേശുക്രിസ്തു കള്ളു കുടിക്കണ സിനിമ. എന്നിട്ട് എല്ലാരും ഇടിക്കും. മോനത് എപ്പോഴാ കണ്ടേ? ഇന്നലെ. പടങ്ങളേറ്റിസാ പൊളി. നീ ആ മൊബൈലിൽ ഒന്ന് നോക്കിയേ. മോനെ അച്ഛൻ എന്താ പണി? അച്ഛന് ലോട്ടറി കട. രാവിലെ പോവച്ഛൻ. നടന്ന് പോവും. അച്ഛൻ്റെ കയ്യിൽ കുറെ ലോട്ടറി ഉണ്ടല്ലോ. അച്ഛന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. കയ്യില് വടിയുണ്ട്. സംഗതി ബ്രഹ്മപുരത്ത് എവിടെയാ? അത് ഉറപ്പാ. അവിടെ ചെന്നിട്ട് പിന്നെ നാട്ടുകാർ തല്ലുകൊള്ളണോ? ഡാ കുഴപ്പമില്ല, പയ്യനെല്ലാവരും പറഞ്ഞു തുടങ്ങി. എല്ലാവരും കിടന്ന് നാളെ രാവിലെ ബ്രഹ്മപുരം പിടിക്കാനുള്ളതാ. ആ അറിയിക്കും. തിരി ഒതുങ്ങടാ, കണ്ണിന് പുറത്ത് കിടക്കാം.